മൂവാറ്റുപുഴ ആവോലി വള്ളിക്കടയിൽ പുഴയിൽ കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. 17-കാരൻ ക്രിസ്ത്യൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വാഴക്കുളം സ്വദേശി അശ്വിൻ്റെ മൃതദേഹം രാവിലെ കണ്ടെത്തിയിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, സങ്കടകരമായ കാര്യമാണ് വിദ്യാർത്ഥികളുടെ മുങ്ങിമരണം. എന്താണ് വിവരം? ദിവിഷ, മൂവാറ്റുപുഴയ്ക്കടുത്ത് ആവോലി പഞ്ചായത്തിലെ വള്ളിക്കട കടവിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. കേറ്ററിംഗ് ജോലിക്ക് പോവുകയായിരുന്ന രണ്ടുപേരാണ് 17 വയസ്സുകാരായ ക്രിസും ഒപ്പം അശ്വിനും. ഇവർ ജോലി കഴിഞ്ഞ് തിരികെ വരും വഴി കുളിക്കാൻ ഇറങ്ങുമ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന മറ്റു ചില കൂട്ടുകാർ ഇരുവരെയും രക്ഷിക്കാൻ ശ്രമിച്ചു, എങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇരുവർക്കും വേണ്ടി തെരച്ചിൽ തുടങ്ങിയിരുന്നു. പുലർച്ചെ ഏതാണ്ട് 1 മണിയോളം തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇരുവരെയും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിയോട് കൂടിയാണ് അശ്വിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അപകടമുണ്ടായതിന് കുറച്ച് താഴെ മാറിയാണ് അശ്വിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 10 മണിയോടുകൂടി ക്രിസിൻ്റെ മൃതദേഹവും കണ്ടെത്തി. പുഴക്കര കടവിന് സമീപത്തു നിന്നാണ്, മൂവാറ്റുപുഴ നഗരത്തിൽ പുഴക്കര കടവിന് സമീപത്തു നിന്നാണ് ക്രിസിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ വാഴക്കുളം സ്വദേശികൾ തന്നെയാണ് ഇരുവരും. ഇവർ ഇപ്പോൾ +2 പരീക്ഷ എഴുതിയതിനു ശേഷം പരീക്ഷാ ഫലം കാത്തിരിക്കുകയാണ്. ക്രിസ് കദളിക്കാട് വിമലാമത സ്കൂളിലും ഒപ്പം അശ്വിൻ മൂവാറ്റുപുഴ SNDP സ്കൂളിൽ നിന്ന് +2 പരീക്ഷ എഴുതിയതിനു ശേഷം ഫലം കാത്തിരിക്കുകയായിരുന്നു.